സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം സോളിഡുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ക്രിസ്റ്റലൈൻ എന്നും അതേപോലെ അമോർഫസ് എന്നും. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം. അപ്പോൾ അറേഞ്ച്മെന്റ് ആണ് ഇവിടുത്തെ മാനദണ്ഡം. അപ്പോൾ ഒരു സോളിഡ് നമുക്കറിയാം ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു ആറ്റംസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു തരം അറേഞ്ച്മെന്റ് ആണ് എന്ത് സോളിഡ് എന്നുള്ളത്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് ഓർഡേർഡ് ആണെങ്കിൽ, ഓർഡറിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ക്രിസ്റ്റലൈൻ ആയിരിക്കും. ഇനി ഓർഡർ ലെസ് ആണെങ്കിൽ അതെന്താണ് അമോർഫസും ആയിരിക്കും. അപ്പോൾ അത് തോന്നിയ പോലെയാണ് ആറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഒരു റെഗുലർ റെപ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ ആറ്റംസ് എല്ലാം ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അത്തരം മെറ്റീരിയൽസ് ആണ് അമോർഫസ് എന്ന് പറയുക. എക്സാമ്പിൾ ഗ്ലാസ്. ഗ്ലാസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സ്. ഇനി ക്രിസ്റ്റലൈൻ മെറ്റീരിയലുകൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ ക്രിസ്റ്റലൈനും അതേപോലെ പോളി ക്രിസ്റ്റലൈനും. സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഉദാഹരണമാണ് ഡയമണ്ട്, അതേപോലെ പോളി ക്രിസ്റ്റലൈൻ, കോപ്പർ, ഗോൾഡ്, സിൽവർ എന്നിവ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുമുള്ള ആ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്രിസ്റ്റലൈനും അമോർഫസും ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്റ്റലുകളെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പം ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഒരു ക്രിസ്റ്റലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് ബേസിസ്, രണ്ട് ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഈ രണ്ട് ഘടകങ്ങൾ കൂടിച്ചേരുന്ന ഒന്നാണ്. ബേസിസും ലാറ്റിസും കൂടി കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഒരു ക്രിസ്റ്റൽ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ബേസിസ്, എന്താണ് ലാറ്റിസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ബേസിസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓർ അയോൺസ് ഐഡന്റിക്കൽ ഇൻ കമ്പോസിഷൻ, അറേഞ്ച്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. അതായത് ബേസിസ് എന്നുള്ളത് ആറ്റംസിന്റെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ, ആറ്റംസ്, മോളിക്യൂൾസ് അതേപോലെ അയോൺസ് ഇങ്ങനെയുള്ളവയാണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള, ഐഡന്റിക്കൽ ഇൻ കമ്പോസിഷൻ, അറേഞ്ച്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. അപ്പോൾ ഒരേപോലെയുള്ള ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ അയോൺസിന്റെയോ ഗ്രൂപ്പിനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ലാറ്റിസ്? ആൻ ഇൻഫൈനൈറ്റ് അറേ ഓഫ് പോയിന്റ്സ്. ജസ്റ്റ് അറേ ഓഫ് പോയിന്റ്സ് ആണ് എന്ത് ലാറ്റിസ് എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സ്പേസിലുള്ള ആ ഒരു വേക്കൻറ്റ് ലൊക്കേഷൻസ്, ആ ലൊക്കേഷൻസ് ആണ് എന്ത് ലാറ്റിസ് എന്നുള്ളത്. ആ ലൊക്കേഷൻസിൽ ഒക്യുപ്പൈഡ് ആവുന്ന ആറ്റംസ് ആണ് എന്ത് ബേസിസ് എന്ന് പറയുന്നത്. ബേസിസ് എന്ന് പറയുന്നത് ആ ലൊക്കേഷൻസിൽ വന്ന് ഇരിക്കുന്ന, ഈ ലൊക്കേഷൻസിൽ വന്ന് ഇരിക്കുന്ന ആറ്റംസ്, അവയാണ് നമ്മൾ ബേസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ, ഒരു റെഗുലർ സ്ഥലം ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികളില്ലാത്തപ്പം ആ പൊസിഷൻസ് അപ്പോഴും ഡിഫൈൻഡ് ആണ് അല്ലേ? അപ്പം ആ പൊസിഷൻസ് മാത്രമുള്ള അവസ്ഥയാണ് എന്ത് ലാറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അവിടെ വന്നിരിക്കുന്ന കുട്ടികളെ നമ്മൾ പറയുന്നതാണ് എന്ത് ബേസിസ്. അപ്പം ഒരു ക്ലാസ് റൂമിൽ ഈ ലൊക്കേഷൻസിൽ കുട്ടികൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ ലാറ്റിസിൽ ഉള്ള സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻസിൽ ആര് വന്ന് ഇരുന്നു എന്ന് പറയാം, ബേസിസ് ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്തു എന്ന് പറയാം. അപ്പം ഈ ഒരു രീതിയിൽ ലാറ്റിസും ബേസിസും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രിസ്റ്റൽ ഉണ്ടായി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ആക്ച്വലി ഒരു ക്രിസ്റ്റലിൻ്റെ ബേസിക് കമ്പോസിഷൻ എന്നത്. ഇനി താഴെ ഒരു പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഈച്ച് ലാറ്റിസ് പോയിന്റ് ഹാസ് ഐഡന്റിക്കൽ സറൗണ്ടിങ്സ്. എന്താ പറഞ്ഞത്? എല്ലാ ലാറ്റിസിനും, ലാറ്റിസ് എന്ന് വെച്ചാൽ പൊസിഷൻ ആണ് അല്ലേ, ലൊക്കേഷൻസ് ആണ്, അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണുള്ളതെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയി നിന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ ഉള്ള അവസ്ഥ തന്നെ ആയിരിക്കണം വേറൊരു ലാറ്റിസ് പോയിന്റിൽ പോയി നിന്ന് ചുറ്റും നോക്കുമ്പോഴുള്ള അവസ്ഥ. അതാണ് ഐഡന്റിക്കൽ സറൗണ്ടിങ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the lattice is called ബ്രെവിസ് ലാറ്റിസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യമെങ്കിൽ ഇത്തരം ലാറ്റിസുകളെ നമ്മൾ ബ്രെവിസ് ലാറ്റിസ് എന്നാണ് വിളിക്കുക. ഉണ്ടായിരിക്കണം ആ ഒരു കണ്ടീഷൻ, ഐഡന്റിക്കൽ സറൗണ്ടിങ്സ് ഉണ്ടായിരിക്കണം. അതായത് ഏതൊരു ലാറ്റിസ് പോയിന്റിൽ പോയി നിന്ന് ചുറ്റും നോക്കിയാലും യാതൊരു വ്യത്യാസവും മറ്റേടത്ത് നിന്നപ്പോഴുള്ള ആ ഒരു
സെയിം സറൗണ്ടിങ് തന്നെയാണ് വേറെ ഒരു പോയിന്റിൽ പോയി നിന്ന് നോക്കുമ്പോഴും ഉള്ളതെങ്കിൽ അത്തരം ലാറ്റിസുകളാണ് നമ്മൾ വിറവിസ് ലാറ്റിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടില്ല, ലാറ്റിസ് എന്നേ പറഞ്ഞുള്ളൂ. ജസ്റ്റ് ലൊക്കേഷൻസ് ഓൺലി. ദാറ്റ് ഈസ് only one atom is associated with each lattice point. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ എല്ലായിടത്തും എല്ലാ ലാറ്റിസ് പോയിന്റിലും ഒരാറ്റം, ഓൺലി വൺ ആറ്റം, അതായത് ഒരാറ്റം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഒരിടത്ത് നിന്ന് നോക്കുമ്പോൾ, ചുറ്റും നോക്കുമ്പോൾ എല്ലാം ഐഡന്റിക്കൽ ആയിട്ട് തോന്നത്തുള്ളൂ. ഏതെങ്കിലും ഒരു ലാറ്റിസ് പോയിന്റ് രണ്ട് ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാറ്റിസ് പോയിന്റ് മാറുന്നതിനനുസരിച്ച് സറൗണ്ടിങ്സിന്റെ ആ ഒരു നേച്ചർ മാറും. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ ലാറ്റിസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തത് യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത് നോക്കാം. The volume of a solid from which the entire crystal can be constructed by translational repetition is called unit cell. അപ്പം ഇത് ഒരു പാർട്ടിന്റെ ട്രാൻസ്ലേഷണൽ റെപ്പറ്റീഷൻ വഴിയാണോ ആ ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ആ ഡെഫിനിഷൻ വലുതായിട്ട് പറയാതെ തന്നെ ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്നുള്ളത് ഒക്കെ ഒരു യൂണിറ്റ് സെല്ലാണെന്നിരിക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള പല പല പോർഷനുകളുടെ നോക്കിയേ, കണ്ടോ ഇപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ആദ്യം കാണിച്ച പോയിന്റിന്റെ റെപ്പറ്റീഷൻ ആണ് അല്ലെ. അപ്പം ഇത്തരം റെഗുലർ റെപ്പറ്റീഷനുകളെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ റെപ്പറ്റീഷൻ പറയുന്നത്. ട്രാൻസ്ലേഷണൽ റെപ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ്. അപ്പം ഇത്തരം റെഗുലർ ആയിട്ടുള്ള റെപ്പറ്റീഷനുകൾ കൊണ്ട് എന്തുണ്ടാവുന്നു, നമുക്ക് ആ എൻ്റയർ ക്രിസ്റ്റലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അത്തരം ബേസിക് യൂണിറ്റുകളാണ് നമ്മൾ യൂണിറ്റ് സെൽ. നമ്മൾ വെക്ടർ ഓൾജിബ്ര എല്ലാം പഠിക്കുമ്പം അവിടെ യൂണിറ്റ് വെക്ടറുകൾ എന്ന് പറയുന്നത് പോലെ, ഇപ്പൊ നമ്മളൊരു സാധാരണ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോൾ വീട് പണിയുന്നു. അപ്പോൾ വീടിന്റെ യൂണിറ്റ് സെൽ എന്നുള്ളത് ഒരു ഇഷ്ടികയായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഇഷ്ടിക അടുക്കി വെച്ചുകൊണ്ടാണ് ആ ഒരു വലിയ കെട്ടിടം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ക്രിസ്റ്റലിന്റെ ബേസിക് യൂണിറ്റിനെയാണ് യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെറും യൂണിറ്റ് സെല്ലിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മളിനി നോക്കാൻ പോകുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രിമിറ്റീവ് എന്നുള്ളൊരു ടേം വന്നിട്ടുണ്ട്. എന്താണ് ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സാധാരണ ഒരു യൂണിറ്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ പോയിന്റ്സ് നോക്കുക. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ ഡെഫിനേഷൻ ആണ് എ യൂണിറ്റ് സെൽ ഹാവിങ് മിനിമം വോളിയം. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണ്? മിനിമം വോളിയം ആയിരിക്കും ഇതിന് ഉണ്ടാവുക. അതായത് വോളിയം മിനിമം ആയ യൂണിറ്റ് സെല്ലുകളുടെ കൂട്ടത്തിൽ മിനിമം വോളിയമുള്ള യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുക. അപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ കൂട്ടത്തിൽ മിനിമം വോളിയമുള്ള യൂണിറ്റ് സെല്ലിനെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുക. അതേപോലെ എ യൂണിറ്റ് സെൽ വിച്ച് കണ്ടെയ്ൻസ് വൺ ലാറ്റിസ് പോയിന്റ് പെർ യൂണിറ്റ് സെൽ. അപ്പം അത് മാത്രമല്ല, മിനിമം വോളിയം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ലാറ്റിസ് പോയിന്റ് മാത്രമേ ഇത്തരം സിസ്റ്റങ്ങളിൽ ഉണ്ടാകത്തുള്ളൂ. സിസ്റ്റം മീൻസ് ഒരു യൂണിറ്റ് സെല്ലിൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഒരു ലാറ്റിസ് പോയിന്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു ലാറ്റിസ് പോയിന്റ് എന്ന് പറയുമ്പം ഒരാറ്റം, ഒരു യൂണിറ്റ് സെല്ലിൽ ഒരാറ്റം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? മിനിമം വോളിയമാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഏതൊരു യൂണിറ്റ് സെല്ലിനാണോ മിനിമം വോളിയം ഉള്ളത് ആ യൂണിറ്റ് സെല്ലാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്. മാത്രമല്ല ഇത്തരം യൂണിറ്റ് സെല്ലുകളുടെ ഉള്ളിൽ ഒരു ലാറ്റിസ് പോയിന്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു പെട്ടി പോലെ ആവണമെന്നൊന്നുമില്ല, ഒരു ആറ്റം ആവാതെ. അപ്പം ഒരു ലാറ്റിസ് പോയിന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാറ്റം എന്നുള്ളതാണ്. ഒരു ലാറ്റിസ് പോയിന്റിൽ ഒരാറ്റം അല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിരുന്നല്ലോ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. അപ്പം ഞാനിവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എന്താണ് ലാറ്റിസ് പോയിന്റുകളാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ഒരു യൂണിറ്റ് സെൽ ഉണ്ടാവുന്ന, അപ്പോൾ ഞാൻ ഈ 4 ആറ്റങ്ങളെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു സെൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് പ്രിമിറ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് പ്രിമിറ്റീവ് ആണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഒരു 2 ഡയമെൻഷനൽ സ്ട്രക്ചറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 4
ഭാഗങ്ങളിൽ ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ 1/4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ ഇത് പ്രിമിറ്റീവ് ആണ് എന്ന് പറയാം. നമ്മൾ സാധാരണ ലാറ്റിസ് പോയിന്റുകളുടെ എണ്ണം കാണുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ 1/4 എന്നത് എഴുതിയതിൻ്റെ കാരണം എന്താണ്? ഇപ്പം ഈ ഒരു ആറ്റമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ ഒരു സെല്ലിലേക്ക് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/4 ആണ്. അപ്പോൾ അതിൻ്റെ വേറൊരു, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സെൽ എടുക്കുക, ഇതിന് ചുറ്റും തൊട്ടടുത്തിരിക്കുന്നത് 1, 2, 3, 4. അപ്പോൾ ഈ 4 പേർക്കും ഇതിൻ്റെ ഒരു ഭാഗം ഇത് വീതിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് നിൽക്കുന്നത്. 4 പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 1/4 എന്ന കാര്യം പറഞ്ഞത്. ശരി. അപ്പം ഇങ്ങനെ വരുന്ന സ്ട്രക്ചർ യൂണിറ്റ് സെല്ലാണ്. ഇനി ഞാൻ വരയ്ക്കാൻ പോകും ഇങ്ങനെയാണ്. ശരി, ഇതൊരു യൂണിറ്റ് സെല്ലാവുമോ? ഇല്ല. കാരണം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ 4 × 1/4 പ്ലസ് 1 എന്ന് കൂടി വരും. അത് ഈ നടുക്ക് വരുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ്സ് വരുന്നത്. ദെർഫോർ ഇതൊരു നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. ഇനി അതേപോലെ വേറൊരെണ്ണം ഞാൻ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുകയാണ് ഇവിടെ. ഇത് യൂണിറ്റ് സെല്ലാണോ? അതായത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണോ? ആണ്, ഇത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. കാരണം 1/4 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 1 അഗൈൻ നമുക്ക് എഴുതാം. ഇനി അതേപോലെ വേറെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ നേരത്തെ വരച്ചത് കംപ്ലീറ്റ് ഞാൻ ഓരോ ഡാർക്ക് ഡോട്ട്സിനെ ജോയിൻ ചെയ്തുകൊണ്ടായിരുന്നു. ഇനി വരയ്ക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഒരെണ്ണം വരയ്ക്കുന്നത്. ഇത് യൂണിറ്റ് സെല്ലാണോ? ആണ്. കാരണം ഈ ഒരു സ്പേസിൽ ഒരൊറ്റ ലാറ്റിസ് പോയിന്റേ ഉള്ളൂ. ദെർഫോർ ഇത് എന്താണ്? പ്രിമിറ്റീവ് ആണ്. അങ്ങനെ ഒരു കാര്യം, ഇത്തരം യൂണിറ്റ് സെല്ലുകളെയാണ് നമ്മൾ വിഗ്നർ സീറ്റ്സ് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് വിഗ്നർ സീറ്റ്സ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിനെ സറൗണ്ട് ചെയ്ത് അതായത് ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒത്ത നടുക്കായിരിക്കും എന്ത് വരിക? ആ പാർട്ടിക്കിൾ വരുന്നത്. അങ്ങനെ ഉള്ള തരം യൂണിറ്റ് സെല്ലുകളെയാണ് നമ്മൾ വിഗ്നർ സീറ്റ്സ് സെൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന 3 ക്ലാസിഫിക്കേഷൻസ് സിമ്പിൾ ക്യൂബിക്, പിന്നെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക്, പിന്നെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ക്യൂബിക് ബോഡി സെൻറ്റേർഡിന് നമ്മൾ BCC പോലെ, ഫേസ് സെൻറ്റേർഡിന് FCC എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ സിമ്പിൾ ക്യൂബിക് എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു റെഗുലർ ഒരു ക്യൂബാണിത്. അതിൻ്റെ 8 വശങ്ങളിലായിട്ടായിരിക്കും പാർട്ടിക്കിൾസ് നിൽക്കുക. സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണത്, സിസ്റ്റമാണത്. ഇനി ബോഡി സെൻറ്റേർഡ് BCC എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിൾ ക്യൂബിക്ക് തന്നെ വിത്ത് എ പാർട്ടിക്കിൾ അറ്റ് ഇറ്റ്സ് സെൻറ്റർ. അപ്പോൾ നടുക്ക് എന്തുണ്ട്? ഒരു പാർട്ടിക്കിൾ അവിടെ കണ്ടോ? നടുക്കും ഒരു ആറ്റം വരും. അപ്പം അത് സെയിം ആവണമെന്നില്ല, ഡിഫറെൻ്റ് ആവാം, അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ BCCയുടെ കൺസെപ്റ്റ് എന്നുള്ളത് ആ ഒരു സിമ്പിൾ ക്യൂബിക്കിൻ്റെ ഒത്ത നടുക്കായിട്ട് എന്ത് വരുന്നു? വേറൊരു ആറ്റം കൂടി വരുന്നു. ഇനി ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ഈ ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 ഫേസിൽ 1, 2, 3, 4, 5, 6 6 ഫേസിലും ആര് വരും? ഇതേപോലെയുള്ള പാർട്ടിക്കിൾസ് വരും. അപ്പം അത്തരം സിസ്റ്റമാണ് എന്ത്? ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം എന്നുള്ളത്. FCC, BCC, സിമ്പിൾ ക്യൂബിക്. ഇതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. സിമ്പിൾ ക്യൂബിക് ഈസ് ദി ഓൺലി പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്. അപ്പം സിമ്പിൾ ക്യൂബിക് മാത്രമാണ് ഈ ഒരു ഈ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് അല്ലേ? കാരണം ഏറ്റവും മിനിമം വോളിയം ഉള്ളത് സിമ്പിൾ ക്യൂബിക്കിന്, ബാക്കി എല്ലാത്തിനും വോളിയം കൂടുതലാണ്. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിൽ വരുന്നത് കൂടുതലാണ്. അത് കാരണം സിമ്പിൾ ക്യൂബിക്ക് മാത്രമേ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലായിട്ട് ഉള്ളൂ. ഇനി അടുത്തത് ബ്രെവിസ് ലാറ്റിസിൻ്റെ ആണ്. അപ്പം കുറച്ച് കാര്യങ്ങളിവിടെ ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന റോംബോഹെഡ്രൽ സ്ട്രക്ചർ എന്ന് മാത്രമേ തരത്തുള്ളൂ. അപ്പം അതിൻ്റെ ABC, അതുപോലെ ആൽഫ, ബീറ്റ, ഗാമ. അപ്പോൾ അതിന് മുന്നേ ABC എന്താണ്, ആൽഫ എന്താണ്, ബീറ്റ എന്താണ്, ഗാമ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പം ഇവിടെ സൈഡിലായിട്ട് ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റം 3D സിസ്റ്റം ഞാൻ വരച്ചിട്ടുണ്ട്.
അപ്പോൾ നോക്കുക എക്സ് വൈ സെഡ് ആക്സിസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. എക്സ് വെളിയിലോട്ട് നിൽക്കുന്നു, വൈ മുകളിലോട്ട്, സെഡ് സൈഡിലോട്ട്. ഈ ഇപ്പോൾ ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, അതായത് എക്സ് ഡയറക്ഷനിലേക്ക് വന്നിരിക്കുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് ആ ലെങ്ത് എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ്. വൈ ഡയറക്ഷനിലേക്കുള്ളതാണ് ബി, പിന്നെ സെഡ് ഡയറക്ഷനിലേക്കുള്ളതാണ് സി. ഓക്കെ, ഇനി സെഡിനും അതേപോലെ വൈക്കും, സെഡ് ആക്സിസ് വൈക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ആൽഫ. അതേപോലെ സെഡിനും എക്സിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ബീറ്റ. എക്സിനും വൈക്കും ഇടയ്ക്കുള്ളതാണ് ഗാമ. അപ്പോൾ 3 ആംഗിള്, 3 ലെങ്ത് എലമെന്റുകൾ. അപ്പോൾ ഇതിന്റെ ബേസിസിൽ നമുക്ക് ഒരു ക്രെവിസ് ലാറ്റിസ് സ്ട്രക്ചർ 1 2 3 4 5 6 7 സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വാല്യൂസ് നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി നമ്മളിവിടെ പഠിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കാനുള്ളൊരു ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് ഇത് സി, ഇത് ടി, ഇത് ഒ, ഇത് ആർ, എച്ച് എം ടി, സി ടി ഓർ എച്ച് എം ടി. അത് പറഞ്ഞൊന്ന് ഒരു റൈമിൽ എത്തുക, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, സി ടി ഓർ എച്ച് എം ടി. അപ്പോൾ ഇതിവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക, ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, പക്ഷേ ഈ ആംഗിളും കാര്യങ്ങളും ലെങ്തിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതിയിട്ടുള്ളത്. എനിക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ഇതാണ്. നിങ്ങൾക്ക് വേറെ രീതിയിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഐഡിയ ഇല്ലാത്തവരാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുക. ഓക്കെ, അന്നേരം സി സ്റ്റാൻഡ്സ് ഫോർ ആദ്യത്തേത് ക്യൂബിക് ആണ്, പിന്നെ ടെട്രാഗണൽ, പിന്നെ ഓർത്തോറോംബിക്, പിന്നെ റോംബോഹെഡ്രൽ, പിന്നെ ഹെക്സഗണൽ, പിന്നെ മോണോക്ലിനിക്, പിന്നെ ട്രൈക്ലിനിക്. അപ്പം ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ക്യൂബിക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത്, ക്യൂബിക് സിസ്റ്റം. ഇനി ടെട്രഗണിലേക്ക് വരുമ്പോൾ നോക്കുക, എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. ഓക്കെ, നോട്ട് ഈക്വൽ ടു അവിടെ വരുന്നുണ്ട്. അപ്പോൾ നോട്ട് ഈക്വൽ ടു ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ടെട്രഗണലിലും എന്താണ് ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. ഈ ടെട്രഗണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പം ക്യൂബിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചു, ഇതാണല്ലോ ഒരു ക്യൂബ്, ഇങ്ങനെ എല്ലാം ഓക്കെ ഇങ്ങനെ ഇരിക്കും ക്യൂബ്. അപ്പോൾ ടെട്രഗണൽ എന്ന് പറയുമ്പോൾ നോക്കിയേ, രണ്ട് ലെങ്ത് സെയിം ആണ്, മൂന്നാമത്തെ ലെങ്ത് സെയിം അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാം? ഇരു സൈഡ് ഇങ്ങനെ നീട്ടി ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഈ ടെട്രഗണൽ, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കൂട്. ഇവിടെ ഒരു ഈ ഭാഗം സ്ക്വയർ ആയിരിക്കും, ബാക്കി അങ്ങോട്ട് ഇങ്ങനെ റെക്ടാങ്കിൾ പോലെ ഇരിക്കും. ഇതാണ് ടെട്രഗണൽ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ഇനി അടുത്തത് ഓർത്തോറോംബിക് ആണ്. അപ്പോൾ ഓർത്തോറോംബിക് എന്ന് പറയുമ്പം എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ നേരത്തെ സ്ക്വയറുമായി ഇവിടെ റെക്ടാങ്കിൾ വരും. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ സി പി യു ഒക്കെ ഓർത്തോറോംബിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതേപോലെ ഈ ഒരു ഇഷ്ടിക, ഇതൊക്കെ ഓർത്തോറോംബിക് ആണ്. ആക്ച്വലി അതിൻ്റെ നെയിം, ആ ഒരു സ്ട്രക്ചറിൻ്റെ ആക്ച്വൽ നെയിം എന്താണ്, ഓർത്തോറോംബിക് എന്നുള്ളതാണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അതേപോലെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു. ഇപ്പം ഞാനീ പറഞ്ഞതിൽ ആദ്യത്തെ 3 കേസിലും നോക്കുക, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് പറഞ്ഞത്, അല്ലേ? അതേപോലെ ഇവിടെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും ഞാനൊന്ന് പാർട്ടീഷൻ ചെയ്യുവാണ്. പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി അടുത്തത് നോക്കുക, റോംബോഹെഡ്രൽ ആണ്. റോംബോഹെഡ്രലിൽ വീണ്ടും ലെന്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. നേരത്തെ നമ്മൾ ക്യൂബിക്ക് പറഞ്ഞത് തന്നെ, അതായത് പറഞ്ഞ സൈക്കിൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുവാണ്, അല്ലേ? നമുക്ക് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അതായത് മുകളിൽ പറഞ്ഞ ഇതും എന്താണ്, റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സി ടി ഓർ എച്ച് എം ടി എന്ന് എഴുതിയത് ഇവിടെ. അപ്പോൾ ലെന്തിൻ്റെ കാര്യമൊക്കെ ഒരേ പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ റോംബോഹെഡ്രൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, പിന്നെ
ഇതൊക്കെ കുറച്ച് ഇത് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം എനിക്ക് വരയ്ക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എന്തായാലും ഈ ആംഗിൾസിന്റെ വാല്യൂ ഒന്നും 90 ഡിഗ്രി ആയിരിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അതായത് ഇവിടെ ആദ്യം പറഞ്ഞ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം 90 ഡിഗ്രി ആയിരുന്നു, ഇത് ഒന്നും 90 ഡിഗ്രി അല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഹെക്സഗണൽ എടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇനി ആൽഫയും ബീറ്റയും 90 ഡിഗ്രിയാണ്, ഗാമ 120 ഡിഗ്രിയും ആണ്. ഓക്കെ, ഇനി മോണോക്ലിനിക് എടുത്തു കഴിഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് ഇപ്പൊ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത് വരുന്ന മോണോക്ലിനിക്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, പിന്നെ ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ട്രൈ ക്ലിനിക് ആണെങ്കിൽ നോക്കുക, ട്രൈ ക്ലിനിക്കും വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ട്രൈ ക്ലിനിക്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്, പിന്നെ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ഈ ആദ്യം പറഞ്ഞ ആ ക്യൂബിക് സിസ്റ്റവും അതേപോലെ അവസാനം പറഞ്ഞ ട്രൈ ക്ലിനിക്കും, അപ്പോൾ അത് അവ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യൂബിക്കിൽ എല്ലാം ഈക്വൽ ടു ആണ്, ട്രൈ ക്ലിനിക്കിൽ എല്ലാം നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഓർത്ത് വയ്ക്കുക. മേ ബി ചിലപ്പം സെറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് ഇതിൻ്റെ ഈ വാല്യൂസ് ഒരുപക്ഷെ ചോദിച്ചേക്കാം. നെറ്റിന് എന്തായാലും വരത്തില്ല, നെറ്റിന് പ്രോബ്ലംസ് ആയിരിക്കും വരിക. അതായത് അവർ ചിലപ്പം പറയുക, നമ്മൾക്കത് വരാം അതിലോട്ട്. അപ്പോൾ ഓർത്തോറോംബിക് സിസ്റ്റം ആണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ എയുടെയും ബിയുടെയും സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ, ലെങ്തുകൾ ഇപ്പം നോട്ട് ഈക്വൽ ടു എല്ലാം എന്താ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്, മൂന്നും ഡിഫറെൻ്റ് ആണെന്നൊക്കെ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ചില പ്രോബ്ലങ്ങൾ ചെയ്യാനായിട്ട്. അതിൻ്റെ ആവശ്യം നമുക്ക് അവിടെ വരും. എസ്പെഷ്യലി മില്ലർ ഇൻഡിസസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് വരുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ആ സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വാല്യൂസ് എല്ലാം കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.